കരിപ്പൂർ വിഷയത്തിലേക്ക് വീണ്ടും ടി വി ഇബ്രാഹിം MLA നമുക്കൊപ്പം ചേരുന്നു. MLA തന്നെ നേരിട്ട് ഈ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടും യാതൊരു കാര്യവുമില്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരാതിയല്ല, ഇന്നും ഇന്നലെയും നടപടിയെടുക്കും എന്നുള്ള ഉറപ്പുമല്ല എയർപോർട്ട് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്നിട്ടും ഇത് തുടരുന്നു. ഇതിനെങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകും? എയർപോർട്ട് അധികൃതർ കൈമലർത്തുകയാണോ? പരിപൂർണമായിട്ടും ഈ കുറ്റമെല്ലാം ഔട്ട്സോഴ്സ് ചെയ്യപ്പെട്ട കമ്പനിയുടെ തലയിൽ മാത്രം വെച്ച് എയർപോർട്ടിന് കൈ കഴുകാൻ കഴിയുമോ? ഇതിലെ ഒരു കോൺട്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ എയർപോർട്ട് അതോറിറ്റി ഇതിനെ ന്യായീകരിക്കുകയാണ്. എയർപോർട്ട് അതോറിറ്റി ഇതിനെ ന്യായീകരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് ഔട്ട്സോഴ്സ് ചെയ്ത ഏജൻസി ഉണ്ട്. ആ ഏജൻസി ആളുകളെ ചീറ്റ് ചെയ്യുമ്പോൾ അത് ചീറ്റ് ചെയ്യപ്പെടാതിരിക്കാനുള്ള നടപടികളാണ് എയർപോർട്ട് അതോറിറ്റി എടുക്കേണ്ടത്. കാലിക്കറ്റ് എയർപോർട്ടിന് ചീത്തപ്പേരുണ്ടാക്കുന്ന വിധം ഈ കോൺട്രാക്ട് എടുത്ത കമ്പനിക്കാർ ഈ വിധം പെരുമാറുമ്പോൾ അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ വരാൻ പാടില്ല. പ്രത്യേകിച്ച് ഞാനത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി പോയതല്ല. സത്യത്തിൽ അത് എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി പോയതാണ്. ചെല്ലുമ്പോഴാണ് സത്യത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വലിയ കൊടിയ വഞ്ചന, അല്ലെങ്കിൽ പിന്നെ ആളുകളെ, യാത്രക്കാരെ ചൂഷണം ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെന്നോട് പോലും ഞാൻ 10 മിനിറ്റ് ആയ 8 മിനിറ്റ് ആയ സമയത്ത് എന്നോട് അവർ പറഞ്ഞു എത്ര സമയമായി എന്ന് എന്നോട് എന്റെ ഡ്രൈവർ ചോദിക്കുകയാണ്. വീഡിയോ ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പൊ അവര് പറയാണ് 13 മിനിറ്റ് ആയി എന്ന്. എക്സിറ്റ് കൗണ്ടറിൽ നിന്ന് പറയാണ് 13 മിനിറ്റ് ആയി. 8 മിനിറ്റ് ആയ സമയത്ത് എന്നോട് പറയാണ് 13 മിനിറ്റ് ആയി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവര് പുറത്തേക്കാണ് ഒരു ഡിജിറ്റൽ ക്ലോക്ക് സ്ഥാപിച്ചുകൊണ്ട് ആ ഡിജിറ്റൽ ക്ലോക്കിൽ ഞാൻ യഥാർത്ഥ സമയമായി 3.5 മിനിറ്റ് കൂടുതൽ കാണിക്കുന്നുണ്ട്. ആ ഡിജിറ്റൽ ക്ലോക്കിൽ മിസ്റ്റേക്ക് സംഭവിച്ചതാണ് എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ എല്ലാ യാത്രക്കാരും കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള യാത്രക്കാരും യാത്ര അയക്കപ്പെടുന്ന ആളുകൾക്കും ഇതുപോലെ ദുരനുഭവങ്ങൾ ഒട്ടേറെയുണ്ട്. ഞാൻ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോ എന്നോട് ഒരുപാട് ആളുകൾ, കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് വന്നു പോയിട്ടുള്ള ഒരുപാട് ആളുകൾ, മാധ്യമ പ്രവർത്തകർ വരെ ഇങ്ങനെയുള്ള ഒരു ദുരനുഭവം ഉണ്ടായത് വിവരിക്കുകയുണ്ടായി. എന്റെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാട്സാപ്പിൽ വോയിസ് ആയിട്ടും നേരിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് അവരുടെ ദുരനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കാലിക്കറ്റ് എയർപോർട്ടിന്റെ മാത്രം ഒരു ദുർവിധിയാണ്. അതിനൊരിക്കലും എയർപോർട്ട് അതോറിറ്റി അംഗീകരിക്കാൻ പാടില്ല. മറിച്ച് ഈ കോൺട്രാക്ടറെ വിളിച്ചു വരുത്തിക്കൊണ്ട് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ച് അവരെ വേണമെങ്കിൽ ഈ കോൺട്രാക്റ്റിൽ നിന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്യാണ് വേണ്ടത്. എന്നിട്ട് അതിനെ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ എയർപോർട്ട് അതോറിറ്റി മുന്നോട്ട് വരാൻ പാടില്ല. ഇന്നലെ അവർ പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാർ പറയട്ടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. മാത്രമല്ല, എന്നും കുഴപ്പമാണ് അവിടെ. ഇന്നലെയും കേസ് നടന്നു, ഇന്നലെയും അടിപിടി ഉണ്ടായി. ഇതിന്റെ ചൂഷണം ചെയ്യപ്പെടുന്നതിന്റെ പേരിൽ ആളുകൾ ചോദ്യം ചെയ്തപ്പോൾ ഇന്നലെയും കേസ് ഉണ്ടായി. മാത്രമല്ല, അവർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. ഇപ്പോ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് പുറത്തേക്ക് പോകുന്നിടത്ത് 5 എക്സിറ്റ് ബൂത്തുകൾ സ്ഥാപിക്കണം എന്നുള്ളത്. 5 എക്സിറ്റ് ബൂത്തുകൾ അവിടെ സ്ഥാപിച്ചിട്ടില്ല. എന്നിട്ട് നീണ്ട ക്യൂ വാഹനങ്ങൾ നിൽക്കുന്നു. ആ ക്യൂവിൽ നിന്നതിന്റെ പേരിൽ സമയം പോകുന്നു. ആ സമയത്തിന്റെ പേരിൽ അവർ പിഴ അടയ്ക്കേണ്ടി വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരാൾ 2 ഫീസ് അടയ്ക്കേണ്ടി വരുന്നു. ഒന്ന്, പാർക്കിംഗ് ഏരിയയിൽ പോയി പാർക്ക് ചെയ്തതിന് മണിക്കൂറിന് കൊടുക്കേണ്ട പൈസ കൊടുക്കുന്നു. എന്നിട്ട് പുറത്തു വരുമ്പോ അങ്ങനെ അവിടെ അധികം സമയം എടുത്തതിന്റെ പേരിൽ എക്സിറ്റ് ബൂത്തിലും കാശ് അടയ്ക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഡബിൾ ചാർജ് ചെയ്യുന്ന ഒരു എയർപോർട്ടും കാലിക്കറ്റ് എയർപോർട്ടും മാത്രമാണ്. ഇതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല. ഇത് തിരുത്തുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ തിരുത്തിപ്പിക്കും, യാതൊരു സംശയമില്ല. MLA, നേരത്തെ ET മുഹമ്മദ് ബഷീർ അടക്കമുള്ള ലീഗിന്റെ തന്നെ നേതാക്കൾക്കൊക്കെ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുമെന്നൊക്കെ എയർപോർട്ട് അധികൃതരൊക്കെ ഉറപ്പ് നൽകിയതല്ലേ? കഴിഞ്ഞ വർഷമൊക്കെ ആ തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നതാണ്. പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ പ്രവാസികൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു എയർപോർട്ട് ആയത് കൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു ഇടപെടൽ കൂടി ഈ സംസ്ഥാന സർക്കാർ അടക്കം അത്തരത്തിലൊക്കെ ഇടപെടൽ നടത്താവുന്നതാണ് എന്നൊരു അഭിപ്രായമൊക്കെ ലീഗിനുണ്ടോ? ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി നയരൂപീകരിക്കേണ്ട വിഷയമല്ല ഇത് പിന്നെ ലീഗിന്റെ ജനപ്രതിനിധികൾ, ലീഗിന്റെ അല്ല, ഞങ്ങൾ ജനപ്രതിനിധികളാണ്. MP നല്ല രീതിയിൽ ഇക്കാര്യത്തിൽ ഇടപെട്ടത് കൊണ്ടാണ് നേരത്തെ 10 മിനിറ്റ് മാത്രം അകത്ത് കയറി പുറത്തു പോകാനുള്ള സമയമുള്ളത്. MP ഇടപെട്ടതിന്റെ പേരിലാണ് 3 മിനിറ്റ് കൂടി കൂട്ടി 13 മിനിറ്റ് ആക്കിയത്. എന്നിട്ട് അവർ ഈ 13 മിനിറ്റ് ആക്കിയതും ആളുകളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് അവര് പിന്നെ ക്ലോക്കിലെ ടൈം മുന്നോട്ടാക്കി വെച്ചുകൊണ്ട് ആളുകളുടെ അടുത്ത് കാശ് വാങ്ങിയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊരു പാർട്ടി രാഷ്ട്രീയ വിഷയമല്ലല്ലോ. ഇത് ജനങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നതിന്, വഞ്ചിക്കപ്പെടുന്നതിന്റെ ഒരു കാര്യമാണ് ഈ എയർപോർട്ടിനകത്തുള്ളത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല.
ഈ വാഹനങ്ങളുടെ ഫീസ് നിരക്ക് ചോദിക്കുന്നത് പോലും വലിയ വാഹനങ്ങൾക്ക് ഉള്ള 280 രൂപയ്ക്കാണ് ഈ ചെറിയ കാറുകൾക്കും ചോദിക്കുന്നത്. ആ തരത്തിലുള്ള പരാതികളൊക്കെ ഉയർന്നിരുന്നു. അതായത് ഈ 65 രൂപ എടുക്കേണ്ടടുത്ത് 280 രൂപ, എത്രയോ മടങ്ങാണ് എടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ഒരു കൊള്ള നടത്തുകയാണെങ്കിൽ ആ കമ്പനിയെ അതിൽ നിന്ന് മാറ്റുക എന്നുള്ള കാര്യമാണ്. അപ്പോഴും എയർപോർട്ട് അധികൃതർക്ക് ഇത്തരം സംഭവങ്ങളും പരാതികളും ഒക്കെ മുന്നിൽ വരുമ്പോഴും ഇതൊന്നും മനസ്സിലാകുന്നേ ഇല്ല എന്നുകൂടിയാണോ കരുതേണ്ടത്? ഡയറക്ടർ, ഞാൻ അവിടെ ഈ വിഷയം ആയിട്ട് ചെന്നു, ഞാനത് പരിശോധിച്ചപ്പോൾ അത് യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യമായ സമയത്ത് ഞാൻ ഡയറക്ടറെ വിളിച്ചു. ഡയറക്ടർ എന്നെ ഓടി വന്നു. ഡയറക്ടർ വളരെ പോസിറ്റീവായിട്ടാണ് വന്നത്. കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്ന ആള് കോഴിക്കോട്ടേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോഴേക്ക് അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹത്തിന്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു വരുത്തി. അദ്ദേഹം പറഞ്ഞ് നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാൽ ഇന്നലെ എയർപോർട്ട് അതോറിറ്റി അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ യാത്രക്കാർക്കൊക്കെ ഈ ദുരനുഭവം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഈ കോൺട്രാക്ടർമാർ അവിടെ ഒരു കൗണ്ടറിൽ ഒരു മലയാളി ഇല്ല. നാട്ടുകാരായ ആളുകൾക്ക് മലയാളമല്ലേ സംസാരിക്കൂ. മുഴുവൻ ഹിന്ദി മാത്രം സംസാരിക്കാൻ അറിയുന്ന, ഇംഗ്ലീഷ് പോലും അറിയാത്ത ആളുകളാണ് എല്ലാ കൗണ്ടറിലും ഉള്ളത്. അപ്പൊ അവര് ഹിന്ദി മാത്രം സംസാരിക്കും. ഓരോ കൗണ്ടറിലും ഒരു മലയാളം അറിയുന്ന, ലോക്കൽ ലാംഗ്വേജ് അറിയുന്ന ഒരാളെ തന്നെയെങ്കിലും വെക്കണം. അത് സത്യത്തിൽ എയർപോർട്ട് അതോറിറ്റി ഇൻസിസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഞങ്ങൾ അതിൽ തീർച്ചയായിട്ടും എയർപോർട്ട് അതോറിറ്റിയിൽ അത് സമ്മർദ്ദം ചെലുത്തും, യാതൊരു സംശയവുമില്ല. അപ്പൊ മാത്രമല്ല, എന്നിട്ട് ഓരോ ആളുകളെ ഗുണ്ടായിസം നടത്താൻ വേണ്ടിയിട്ട് ഇന്നലെ അവിടെ ഒരു യാത്രക്കാരെ 2 പേരെ ഇതിന്റെ പേരിൽ അവരെ ആക്രമിച്ചു. പോലീസ് കേസ് എടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. ഇതിന്റെ പേരിൽ ഞാൻ മനസ്സിലാക്കുന്നത് 20-ലധികം കേസുകൾ കരിപ്പൂർ എയർപോർട്ടിന്റെ പോലീസ് സ്റ്റേഷന്റെ അകത്തുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. അപ്പൊ ഈ കേസുകൾ, ഇത്ര അധികം കേസുകൾ ഉണ്ടാക്കാൻ കാരണം എന്താ? ഇവിടെയുള്ള ആളുകളുടെ കുഴപ്പമില്ലല്ലോ. ഈ ആളുകൾ ഇപ്പോ ഇന്റർനാഷണൽ എയർപോർട്ടുകളിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. ഈ ആളുകളൊക്കെ അവര് വേറെ ഏതെങ്കിലും എയർപോർട്ടിൽ പോയിട്ട് ഈ പ്രശ്നം അനുഭവിക്കുന്നില്ലല്ലോ. അവരെവിടെയും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. എന്താ കാലിക്കറ്റ് എയർപോർട്ടിൽ മാത്രം ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം? പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകൾ. ഇന്നലെയും ഗുണ്ടായിസം നടത്താൻ വേണ്ടി മാത്രം ചില ആളുകൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ ഞാൻ ആ വീഡിയോയിൽ കണ്ട ഒരു തൊപ്പിയിട്ട ഒരുത്തനുണ്ട്. അവൻ തന്നെയാണ് മിനിയാന്ന് എന്റെ അടുത്ത് ആദ്യം സംസാരിക്കാൻ വന്നത്. MLA ആണ് എന്ന് അറിഞ്ഞപ്പോഴാണ് അവൻ പിന്നോട്ട് പോയത്. ഈ രീതിയിൽ ഗുണ്ടായിസം പോലും നടത്താൻ പറ്റുന്ന ആളുകളെയാണ് ഇവർ ഈ ബൂത്തുകളിലൊക്കെ വെച്ചിരിക്കുന്നത്. ഇതൊരിക്കലും ഈ കാലിക്കറ്റ് എയർപോർട്ടിൽ അനുവദിക്കാൻ കഴിയില്ല. ഇത് കേരളത്തിലെ ഏക പൊതുമേഖലയിലുള്ള ഒരു എയർപോർട്ടാണ്. ഈ എയർപോർട്ടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കോൺട്രാക്ട് എടുത്ത ആളുകളെയോ അല്ലെങ്കിൽ അവരുടെ ഗുണ്ടകളെയോ അനുവദിക്കുന്ന പ്രശ്നമില്ല. തീർച്ചയായിട്ടും. TV ഇബ്രാഹിം MLA, ഒറ്റ കാര്യം കൂടെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ പ്രവാസികളെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് പ്രവാസി അസോസിയേഷനുകൾ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കൂടുതലായിട്ട് ഇടപെടണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേണമെങ്കിൽ ഒരു പരസ്യ പ്രതിഷേധം പോലും വളരെ അത്യാവശ്യമായ ഒരു ഘട്ടത്തിലാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടി കടക്കുകയാണ്. ആ തരത്തിലുള്ള ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ തന്നെ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവാസി സംഘടനകളൊക്കെ ഈ കാര്യത്തിൽ അവര് ആക്റ്റീവായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരും ഒരു സമരത്തിന് മുന്നോട്ട് വരും. കാരണം ഏറ്റവും കൂടുതൽ പ്രവാസികളെ യാത്രയാക്കാൻ വരുന്ന പ്രവാസി കുടുംബങ്ങള് ഇവരൊക്കെ കാലിക്കറ്റ് എയർപോർട്ടാണ്. ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ യാത്രക്കാരുള്ള എയർപോർട്ട് കാലിക്കറ്റ് ആവാൻ കാരണം ഈ സാധാരണ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ സാധാരണ അവരുടെ ഉപജീവനത്തിന് വേണ്ടി ജോലിക്ക് പോകുന്ന പ്രവാസികളൊക്കെ ആശ്രയിക്കുന്ന എയർപോർട്ടാണ് കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയുന്നത്. മറ്റ് എയർപോർട്ടുകൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ യാത്രക്കാരൊക്കെയാണ്, ബിസിനസ്സുകാരും മറ്റുമുള്ള ആളുകളൊക്കെയാണ്. VIP എയർപോർട്ടുകളാണ് മറ്റുള്ളത്. എങ്കിൽ ഇവിടെ ഇത് സാധാരണക്കാരന്റെ എയർപോർട്ടാണ്. ഈ എയർപോർട്ടിൽ ഇവർ ഈ രീതിയിൽ പ്രവർത്തിക്കാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. തീർച്ചയായിട്ടും ഇതിനെതിരായിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരും എന്നുള്ള കാര്യം സംശയമില്ല. ഞാൻ തന്നെ വേണ്ടി വന്നാൽ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, വളരെയധികം നന്ദി. TV ഇബ്രാഹിം MLA ആണ് പ്രതികരിച്ചത്. ഇതിനകത്ത് പ്രവാസി അസോസിയേഷനുകൾ കൂടി ഇടപെട്ടുകൊണ്ട് ഒരു തുറന്ന ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുക തന്നെ വേണ്ടി വരും. അല്ലെങ്കിൽ ഇത്രയധികം ഉറപ്പ് നൽകിയിട്ടും എയർപോർട്ട് അധികൃതർ പോലും ഈ വിഷയത്തിനകത്ത് ഔട്ട്സോഴ്സ് ചെയ്യുന്ന, പാർക്കിങ്ങിന് ഔട്ട്സോഴ്സ് കൊടുത്തിരിക്കുന്ന കമ്പനിയെ അതിൻ്റെ ജീവനക്കാരുടെയും കൊള്ളരുതായ്മയെ ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് എടുക്കുന്നതെന്ന് TV ഇബ്രാഹിം MLA ന്യൂസ് 8നോട് പ്രതികരിക്കുകയായിരുന്നു.